നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഫല്ലൈനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹുമാ അന്നളറൂ. രണ്ട് കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ്, നോട്ടമാണ്. അന്യ പെണ്ണിലേക്കുള്ള ഹറാമായ നിന്റെ നോട്ടം, അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം തന്നെ വ്യഭിചാരമാണ്. അത് ഹറാമാണ്, നിഷിദ്ധമാണ്, അത് ശിക്ഷ ലഭിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് ക്യാമ്പസുകൾ പഠിക്കുന്ന എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാർ ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ ക്ലാസ് കട്ട് ചെയ്തിട്ടോ, ഏതെങ്കിലും മരത്തിൻ്റെതാകുന്ന ചുവട്ടിലിരുന്നിട്ടോ, പാർക്കിലേക്ക് പോയിട്ടോ, മാളിലേക്ക് പോയിട്ടോ, പാതിരാത്രി സമയം വരെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ഹറാമല്ലയോ, ഹറാമല്ലയോ? അവനുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തന്നെ പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കിയിരിക്കുകയാണ്. അന്യരാകുന്ന ചെറുപ്പക്കാരനാണ്, ഞാനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചതാകുന്ന ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നിക്കാഹിന് മുമ്പുള്ള അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അത് ഹറാമാണ്, ഹറാമാണ്. ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലിസാൻ. നാവിന് വ്യഭിചാരമുണ്ട് സഹാബ, നാവ് വ്യഭിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹു അൽ കലാം. നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്, ഭാഷണമാണ്. എത്രയോ മുസ്ലിം സഹോദരിമാരാണ് പാതിരാത്രി സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടുമാറി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് അവൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ഭർത്താവിനെ മറന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട കാമുകന്മാരുമായി പാതിരാത്രി സമയങ്ങളിൽ ഭാഷണം നടത്തുന്ന മുസ്ലിം അംഗമാരില്ലയോ, തട്ടമിട്ട സഹോദരിയില്ലയോ? ഇന്ന് മലബാറിന്റെ എത്രയോ മുസ്ലിം അംഗമാര് സംസാരിച്ച മോശപ്പെട്ടതാകുന്ന ഓഡിയോ കോളുകൾ ഇന്റർനെറ്റിൽ സുലഭമാണ്, സുലഭമാണ്. നഊദു ബില്ലാഹ്. എന്തേ പെങ്ങളെ, ഭർത്താവിനെ നീ മറന്നുപോയോ? നിനക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ മണ്ണാർക്കാട് ടൗണിലേക്ക് പോയി രാവിലെ തന്നെ കട തുറന്ന് വൈകുന്നേരം വരെ കച്ചവടം നടത്തുന്നത്? നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം കഷ്ടപ്പെടുന്നത്? ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകിയുമായി ഭാഷണം നടത്തുന്നവരെ, കാമുകന്മാരുമായി സംഭാഷണം നടത്തുന്നവരെ, അത് പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും നിന്റെ നാവിന്റെ വിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അതിൽ ആളുകളാണ്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അതിന്റെ വക്താക്കളാണ്. അന്യരാകുന്ന സ്ത്രീകളുടെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് ആ സ്ത്രീകളിലേക്ക് ഫോൺ വിളിക്കുന്നവരില്ലയോ? ഭർത്താവ് ഗൾഫിലാണെന്നവന് വ്യക്തമായി അറിയാം, 4-5 മക്കൾ അവർക്കുണ്ടെന്നറിയാം. എന്നിരുന്നാലും കുടുംബം തകർക്കാൻ വേണ്ടി അവരെ ഫോൺ വിളിച്ച് വശീകരിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പാടില്ല സഹോദരാ, നിന്റെ നാവിന് വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. മോശമാക്കപ്പെട്ട മധുരിതമാകുന്ന ഭാഷണങ്ങൾ കേട്ടുകൊടുക്കുന്ന കാതുകളില്ലേ, കാതുകളില്ലേ? ഉറക്കമൊഴിച്ചുകൊണ്ട് കാമുകന്മാരുടെ ഭാഷണങ്ങൾ, കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ ഉറക്കമൊഴിച്ചുകൊണ്ട് ജീവസുറ്റനാക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കാതിന്റെ വിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലുദനാനി തസ്നിയാ. 2 കാതുകൾ വിചരിക്കുന്നുണ്ട് സാബ, 2 കാതുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അസ്സമൂ. 2 കാതുകളുടെ വിചാരം ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ്, കേൾക്കലാണ്. 18 നിർഗുണമാകുന്ന പെണ്ണ് വാപ്പ വാതിന് വേണ്ടി വന്നു, ഉമ്മ വാതിന് വേണ്ടി വന്നു. എനിക്ക് സമയമില്ല ഉമ്മ, എനിക്കൊരുപാട് അടുത്ത വർഷത്തേക്ക് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഞാൻ പുസ്തകം വായിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിഞ്ഞുകൂടുന്ന സഹോദരി വാപ്പയും അമ്മയും അതിനു വേണ്ടി പോയി കഴിയുമ്പോ കാമുകന്മാരുമായി
ഭാഷണം നടത്തുന്നവരില്ലയോ? സംഭാഷണം നടത്തുന്ന സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ. അവരുടെ കോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒരു പുതപ്പിൻ കീഴിൽ ഉറങ്ങിയതുപോലെ മാതാപിതാക്കളെ കബളിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ? പഠിച്ചു വെക്കണേ പെങ്ങളെ. നീ മോശമായി സംസാരിച്ചില്ലെങ്കിലും നിന്റെ ഭാഷണങ്ങൾ അവൻ കേട്ടുകൊണ്ട് അവന്റെ മോശമായ ശൈലിയിലൂടെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊടുക്കുന്നത് തന്നെ കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ശാരീരികമാകെയൊന്നും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നവരെ, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. ഈ അവയവങ്ങൾക്കൊക്കെ വ്യഭിചാരമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെന്താ റാഹത്ത്? ഈ സമൂഹത്തിൽ എന്തൊക്കെ അക്രമങ്ങളുണ്ടാകും? അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക, എന്നിട്ട് അവനുമായിട്ട് ഫോൺ വിളിക്കുക, രാത്രി അവളുമായി ഫോൺ വിളിച്ചുകൊണ്ട് മുന്നേറുക. ഒരു കുഴപ്പമില്ല. ഇസ്ലാമിൽ യാതൊരു വിലക്കും ഇല്ലെങ്കിൽ എന്താ റാഹത്ത്? ഇതൊക്കെ പാടില്ലാത്തതല്ലേ? വ്യഭിചാരമല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലേ? ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വശഫതാനി തസ്നിയാൻ. രണ്ട് ചുണ്ടുകൾ ഉപചരിക്കുന്നുണ്ട് സാബ, ചുണ്ടുകൾക്ക് ഉപചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽ ഖുബലോ. രണ്ട് ചുണ്ടുകളുടെ ഉപചാരം അത് ചുംബനമാണ്. അന്യരെ ചുംബിക്കാൻ തുനിയുന്ന സോദരി, തുനിയുന്ന ചെറുപ്പക്കാരാ, ചുണ്ടിന്റെ വ്യഭിചാരമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ക്ലാസ് കട്ട് ചെയ്ത് വിടുകയാണ്. സ്കൂളൊക്കെ അവധി കൊടുത്തു. മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇനി ഇക്കായെ കാണൂലല്ലോ, ഇക്ക ഇങ്ങ് വാ, യാ അല്ലാഹ് ഒരു ഉമ്മ കൊടുക്കണ്ട്, റാഹത്തായി. ഇക്ക ഉമ്മ ചോദിച്ചു വാങ്ങുന്നു. ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ +2 ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ, പഠിച്ചു വെച്ചോ നിങ്ങൾ. വശഫതാനി തസ്നിയാൻ, രണ്ട് ചുണ്ടുകൾ വ്യഭിചരിക്കുന്നുണ്ട്. ഫസിനാഹുമാ അൽ ഖുബലു, അതിൻ്റെ വ്യഭിചാരം ചുംബനമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് ചുംബനം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല, പാശ്ചാത്യരുടെ ഒരു രീതി ഇന്ന് മുസ്ലിം സമുദായത്തിൽ വന്നിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ അത് കണ്ടുവരുന്നു. അല്ലേ? ബസ്സിലും ട്രെയിനിലും ഒക്കെ പൊതുവായി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് അതൊക്കെ. KSRTCയിൽ യാത്ര ചെയ്യുന്നവൻ, അല്ലേ, പ്രൈവറ്റ് ബസ്സിൽ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യാൻ, ഇല്ലെങ്കിൽ അവനോട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ, പാലക്കാടേക്ക് അവൻ ഇവിടുന്ന് യാത്ര പോവാൻ, അല്ലെ, പാലക്കാട് നിന്ന് ട്രെയിൻ കയറി വേറെ എങ്കിലും മംഗലാപുരത്തോട്ടോ എങ്ങോട്ടെങ്കിലും അവൻ യാത്ര പോകുമ്പോൾ അവൻ കാണുന്നത് എന്താ കാഴ്ച? അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചുംബനം നടത്താം. ഒരു മടിയില്ല, ഒരു ഉളുപ്പില്ല, ഒരു നാണമില്ല. നോക്കുന്നവനോട് പറയണം, അങ്ങോട്ടും വല്ലതും നോക്കിയിരുന്നോ? അതാണ് അവസ്ഥ. അവരുടെ സ്വന്തം വാഹനത്തിലല്ല, പൊതുവായ വാഹനങ്ങളിൽ ഇന്ന് നടക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത തരീഖ്. പരസ്യമായ നടുറോഡുകളിൽ വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് പരസ്യമായ ബസ്സിലും ട്രെയിനിലും നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയല്ലേ കമിതാക്കൾ ഇരുന്നുകൊണ്ട് ഇതാ പരസ്പരം ചുംബിക്കുകയാണ്. നോക്കുന്നവരെ പോലെ നാണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും എതിർക്കാനുണ്ടാവുകയില്ല, എതിർത്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ലോകമെത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടില്ലേ? നല്ലതുപോലെ ചിന്തിക്കിൻ. അഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം അരാജകത്വമാണ്. ഒരു മടിയില്ല, ഒരു നാണമില്ലാത്ത രീതിയിൽ സമൂഹം മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ചുണ്ടിന് വ്യഭിചാരം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചുണ്ടിൻ്റെ വ്യഭിചാരമാണ് ചുംബനം. കൈക്ക് നബി തങ്ങൾ പറഞ്ഞു, വല്ലദാനി തസ്നിയാൻ, രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സഹാബ. ഫസിനാഹുമാ അൽ ബത്ശൂ, കൈയുടെ വിചാരം അത് പിടുത്തമാണ്. ബസ്സിൽ കയറുമ്പോ മുൻ സീറ്റിലിരിക്കുന്ന പെണ്ണിനെ ഒന്ന് തലോടാ, നിന്റെ കൈ പൊങ്ങുന്നുണ്ടോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, അത് കൈയുടെ വിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ആളുകളില്ലേ ബസ്സിൽ തൊടുന്നവർ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ, സ്ത്രീകളെ ആക്രമിക്കുന്നവർ, പീഡിപ്പിക്കുന്നവർ, അതിനുവേണ്ടി മുതിരുന്നവർ, കയറി പിടിക്കുന്നവർ, പഠിച്ചു വെച്ചോ, കൈയുടെ വ്യഭിചാരമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി. അതിനൊക്കെ വേറെ വേറെ ശിക്ഷ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നമൻ വളഅയദഹു അലമറആ ലാ തഹില്ലു ലഹു ബിശഹവാ ജാഅ യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്നെ കൈ നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, അന്യ പെണ്ണിനെ നീ കയറി പിടിച്ചിട്ടുണ്ട് എങ്കിൽ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന രംഗം പറയുകയാ. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലാണ് മഹ്ശറയിലേക്ക് കൊണ്ടുവരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് രണ്ട് കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടായിരിക്കും. കഴുത്തിലേക്ക് വെച്ചിട്ട് പെരടിയിൽ വെച്ചിട്ട് ചങ്ങല കൊണ്ട് പൂട്ടും. എന്താ കാര്യം? ഇവനറിയില്ലേ ഇവനല്ല കൊടക്കാടുള്ളവനാണ്, ഇവനാണല്ലോ പെണ്ണിനെ ഇന്നാൾ പിടിച്ചത് ബസ്സിൽ വെച്ച്, ഇവനറിയില്ല ഇവനാ മണ്ണാർക്കാടുള്ളവനാ, ഇവനറിയില്ല ഇവനാ ചെറുപ്പുളശ്ശേരി ഉള്ളവനാ എന്നിങ്ങനെ പറയും ആശറയിൽ വെച്ച ആളുകൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ദുനിയാവിൽ വെച്ചേ സംഭവമൊന്നുമില്ല. ഒരു പെണ്ണിനെ ഇങ്ങനെ അറിയാതെ തൊട്ടതുള്ളൂ. കല്യാണ സദസ്സിൽ ഭക്ഷണത്തിന് വേണ്ടി ഇടിക്കുന്ന, അപ്പോൾ ആ ഇടിയുടെ ഇടയ്ക്ക് പോയി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാക്രിച്ച്, ചെറുതായിട്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ അക്രമം. അതപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയതാകുന്ന ഒരു സിനിമ നടി, ഖുശ്ബു എന്ന് പറയുന്നൊരു നടിയെ പ്രചരണത്തിനിടയിൽ ഒരുത്തം കയറി പിടിച്ചു. അവളൊരൊറ്റ അടി മുഖത്ത് കൊടുത്തു. മിനിഞ്ഞാന്ന് വാർത്തയിലുണ്ടായിരുന്നു. മോന്തക്കിട്ടൊരൊറ്റ അടിയും കൊടുത്തേച്ച് കയ്യോട്. പിന്നെ പോലീസുകാരവനെ കൊണ്ടുപോയി. അല്ലാഹ്, കിട്ടിയ ചാൻസ് എവിടെ വെച്ചാണ് തിക്കും തിരക്കൊക്കെ കൂട്ടുന്നതിനിടയിൽ വെച്ചിട്ട് ചെറിയ സോക്കേട് ആയിക്കോട്ടെ. അങ്ങനെ നരമ്പിൻ്റെ അസുഖമുള്ളവൻ നാളെ വരുമ്പോൾ കൈ എവിടെയാ? കൈ ഇവിടെ ഹാജിയാരെ, കൈ ഇതാ ഇവിടെ ഇരിക്കുന്നു, തലയിൽ കാണുന്നില്ലേ, ഇവിടെ ഉണ്ട് ഇതാ. അപ്പോൾ അതിങ്ങനെ ചങ്ങല വെച്ച് കെട്ടിയിരിക്കുക. മഹ്ശറയിലേക്ക് വരുന്ന രംഗമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈന ഖബ്ബലഹാ ഖുരിളത ശഫതാഹു ബിമഖറളിൻ നാർ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ നീ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും പാർക്കിലോ മാളിലോ ബീച്ച് റോഡിലുകളിലോ വീടിൻ്റെ അകത്തലങ്ങളിലോ ആരുമില്ലാത്ത പറമ്പിലോ ആരുമില്ലാത്ത വീടുകളിലോ കൊണ്ടുവന്നാകട്ടെ, അന്യ പെണ്ണിനെ നീ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ, നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിക്കപ്പെട്ട ചൂടാക്കപ്പെട്ട കത്രിക കൊണ്ട് നിന്റെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ വലിക്കുകയാണ്. വലിച്ചു നീട്ടിയിട്ട് ചൂടുള്ള കത്രിക കൊണ്ട് ചുണ്ടുകളെ മുറിച്ച് മാറ്റുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു ചുണ്ടല്ല
മാത്രമല്ല ഖുരിളത്ത് ശഫതാഹു ബിമഖറളിന്നാർ, അവന്റെ രണ്ട് ചുണ്ടുകളെയും അല്ലാഹു മോശമായ രീതിയിൽ നരകത്തിലെ ശിക്ഷ നൽകുകയാണ്. നരകത്തിലെ ചൂടുള്ള കത്രി കൊണ്ട് അവന്റെ ചുണ്ടുകളെ അല്ലാഹു മുറിച്ചു മാറ്റുമത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് മനസ്സിലാക്കണം. ചൂട് കൂടാൻ എന്താ ഉസ്താദേ കാരണം? ചൂട് കൂടാൻ നമ്മൾ ഒരുപാട് കാരണം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇവിടെ പറയും മരങ്ങളെല്ലാം വെട്ടി, നദികളെല്ലാം കൊണ്ട് മൂടി, പാടങ്ങളെല്ലാം നികത്തി, കോൺക്രീറ്റ് സൗധങ്ങൾ പണിതു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരുപാട് കാരണങ്ങൾ. അതൊരു കാരണമാണ്. നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? ഇത്രയും ആയുസ് നമുക്കുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത്രയും ആയുസ്സിനിടയിൽ നമ്മൾ ഒരു ചെടിയെങ്കിലും വെച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു മരം പോലും നമ്മൾ നട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ സ്വന്തം പറമ്പിൽ തൊടിയിൽ കിടക്കുന്ന ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടാവും. വളരെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ നമ്മൾ ദീൻ പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറസ ഖറസാ ഫഅകല മിൻഹു ദാബത്തുൻ ഔ ഇൻസാൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ആരെങ്കിലും ഒരു വൃക്ഷം നടുകയും ഒരു ചെടി നടുകയും ആ ഫലവൃക്ഷമാകുന്ന ചെടിയിൽ നിന്ന് പിന്നീട് വളരെ നല്ല കായ്കനികൾ ഉണ്ടാവുകയും ആ കായ്കനികൾ മനുഷ്യരും മൃഗങ്ങളും ഭക്ഷിക്കുകയും ചെയ്താൽ അവർക്കതിലൂടെ വലിയ സദഖയുടെ പ്രതിഫലമാണുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖയുടെ പ്രതിഫലം എന്നല്ല. നാളെ ഖിയാമത്ത് നാളാണ്. നാളെ ലോകാവസാനമാണെന്ന് മനസ്സിലാക്കുക. നാളെ നേരെ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എന്താവും? നേരം വിളിക്കുമ്പോഴത്തേക്കും ലോകം അവസാനിക്കും. അങ്ങനെ ഒരു ഘട്ടം നമുക്ക് വ്യക്തമായി. നാളെയാണ് അവസാനം എന്ന് വ്യക്തമായി. നബി തങ്ങൾ പറയുന്നു, ഇൻ ഖാമത്തി സാഅതു വഫീ യദി അഹദികും ഫസീലത്തുൻ ഫൽയഗ്രിസ്ഹാ സയ്യിദുനാ റസൂലുള്ളാഹി. നാളെ ഖിയാമത്ത് നാളാണെന്ന് ഉറപ്പായി നിങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു ചെടിയുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ തൂമ്പായുമുണ്ട് എങ്കിൽ വേഗം തന്നെ നിങ്ങളത് കുഴിച്ചിട്ടോ. നേരം വെളുക്കുമ്പോൾ നശിക്കുമെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. ഈ ചെടി വളർന്നാവുന്നു വല്ല വലുതാവുന്നു വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. എങ്കിൽ പോലും നാളെ ലോകാവസാനമാണെന്ന് കണ്ടാൽ പോലും നിങ്ങൾ തലേ ദിവസത്തെ രാത്രിയിൽ ചെടി നടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിൽ കൂലിയുണ്ടെന്ന്. നാളെ നേരം വിളിക്കുമ്പോൾ ഈ ചെടി നശിക്കാനുള്ള ഊത്ത് വന്നിട്ടൊക്കെ പോവും. എന്നാലും കുഴപ്പമില്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു അത് നിങ്ങൾ നട്ടോളിൻ, അതിന് കൂലിയുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. നമ്മളോ എത്രയോ മരങ്ങൾ വെട്ടി തകർക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും അതുകൊണ്ട് നാളെ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു മരം നടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയൊരു ചെടി നാളെ വേണ്ട, നമ്മളെ കൊണ്ട് കഴിയും. നോമ്പിന് മുമ്പായിട്ട് ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയും. പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ താല്പര്യമായിരുന്നു പൂന്തോട്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ അതൊക്കെ പോയി. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊതി വെക്കും. ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതി വെച്ചിട്ട് കണ്ണു വെച്ചിട്ട് അടിച്ചു പോകും. യാ അല്ലാ, പിറ്റേ ദിവസം കത്തിപ്പോവും. കണ്ണു വെച്ചിട്ടിങ്ങ് പോരുക. നല്ല ചെടിയാണല്ലോ ഇത്തായത്ത് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങ് പോരും. അല്ല, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കരിഞ്ഞിരിക്കുന്നു. അല്ല, ഇത് കണ്ണു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. പണ്ടങ്ങനെയല്ല. ഇതൊക്കെ വെക്കുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാലും എല്ലാ സ്ത്രീകളിലും അല്ല, ചിലർക്ക് വലിയ ഇഷ്ടമുണ്ട് ഇപ്പോഴും. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. അതെല്ലാവരിലും ഉണ്ടാവണം. നബി തങ്ങളുടെ ഒരു സുന്നത്താണത്.